നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിൽ എത്രപേർ രാത്രി കിടക്കുമ്പോൾ പ്ലാൻ ചെയ്യും, നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, എന്നിട്ടത് ചെയ്യും, ഇത് ചെയ്യുമെന്നൊക്കെ? പക്ഷേ രാവിലെ അലാറം അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്താ? ആ സ്നൂസ് ബട്ടണിൽ ഒരടി, എന്നിട്ട് 10 മിനിറ്റ് കൂടി ഉറങ്ങും. സത്യത്തിൽ നമ്മൾ അവിടെ തോൽപ്പിക്കുന്നത് അലാറത്തെയല്ല, നമ്മുടെ ആ ദിവസത്തെയാണ്. വിജയിച്ച മനുഷ്യരുടെ രഹസ്യം അവർ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നതല്ല, മറിച്ച് ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു സമാധാനമുണ്ട്. ലോകം മൊത്തം ഉറങ്ങുമ്പോൾ തനിക്കുവേണ്ടി മാത്രം കിട്ടുന്ന ആ കുറച്ച് സമയം, അത് നിങ്ങളുടെ കോൺഫിഡൻസ് വേറെ ലെവലിലെത്തിക്കും. ഇതിനെയാണ് ശാസ്ത്രം ആൽഫ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിരിക്കുന്ന സമയം. പലരും വിചാരിക്കുന്നത് ജീവിതം മാറാൻ വലിയ വിപ്ലവങ്ങൾ വേണമെന്നാണ്. പക്ഷേ സത്യം അതല്ല. വെറും 1% മാറ്റം മതി. ഇന്ന് നിങ്ങൾ 5 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചിരിക്കുന്നു. ഇത് നിസ്സാരമായി തോന്നാം, പക്ഷേ ഈ ചെറിയ ജയങ്ങൾ നിങ്ങളുടെ തലച്ചോറിനൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡായ റുട്ടീനൊന്നും വേണ്ട. ലളിതമായ 3 കാര്യങ്ങൾ നോക്കാം. 1. നിശബ്ദത, സൈലൻസ്. എഴുന്നേറ്റ ഉടനെ ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ ജീവിതം നോക്കാതെ സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. 2. ചലനം, മൂവ്മെന്റ്. ജിമ്മിൽ പോകണമെന്നില്ല, ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ വീടിനു ചുറ്റും ഒന്ന് നടക്കുകയോ ചെയ്യാം. 3. പ്ലാനിംഗ്, ഫോക്കസ്. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ ഒരു കാര്യമെന്താണ്? അത് കണ്ടെത്തുക. 1% നിയമം. നിശബ്ദമായ വിപ്ലവത്തിലൂടെ ജീവിതം മാറ്റിമറിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല. ഒരു നല്ല ജോലി, മെച്ചപ്പെട്ട ആരോഗ്യം, സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ പുതിയൊരു കഴിവ്, ഇങ്ങനെ നീളുന്നു നമ്മുടെ സ്വപ്നങ്ങൾ. പക്ഷേ മിക്കവാറും ആളുകൾ പരാജയപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ മാറ്റത്തെ ഒരു ഹിമാലയം കയറുന്ന അധ്വാനമായി കാണുന്നു. ഒരു രാത്രി കൊണ്ട് എല്ലാം മാറണം എന്ന് വാശിപിടിക്കുന്നു. ഇവിടെയാണ് 1% നിയമം. ഇത് വലിയ വിപ്ലവങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ ചുവടുവെപ്പുകളെക്കുറിച്ചാണ്. 1. എന്താണ് 1% നിയമം? ലളിതമായി പറഞ്ഞാൽ, ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വെറും 1% മാത്രം മെച്ചപ്പെടാൻ ശ്രമിക്കുക. കേൾക്കുമ്പോൾ ഇത് വളരെ ചെറുതായി തോന്നാം. 1% കൊണ്ട് എന്തു മാറാനാണ് എന്ന് മനസ്സ് ചോദിച്ചേക്കാം. എന്നാൽ അതിന്റെ ഗണിതശാസ്ത്രം അമ്പരപ്പിക്കുന്നതാണ്. ജെയിംസ് ക്ലിയർ തന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ദിവസവും 1% വീതം മെച്ചപ്പെട്ടാൽ, ഒരു വർഷം 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ 37 മടങ്ങ് മികച്ച വ്യക്തിയായി മാറും. നേരെ മറിച്ച് ഓരോ ദിവസവും 1% വീതം നിങ്ങൾ അലസനാവുകയാണെങ്കിൽ, ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ കഴിവുകൾ ഏതാണ്ട് 0-ത്തിനടുത്തെത്തും. ഇതിനെ കമ്പൗണ്ടിംഗ് എന്ന് വിളിക്കുന്നു. പണം ബാങ്കിലിട്ടാൽ പലിശയ്ക്ക് പലിശ കയറുന്നതുപോലെ നിങ്ങളുടെ ചെറിയ നല്ല ശീലങ്ങൾക്കും പലിശ കയറും. അത് കാലക്രമേണ വലിയൊരു ഭാഗ്യമായി മാറും. മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം ഉടനടി ഫലം കാണാത്തതാണ്. നിങ്ങൾ ഇന്ന് ഒരു ദിവസം ജിമ്മിൽ പോയാൽ അടുത്ത ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോൾ മാറ്റം കാണില്ല. നിങ്ങൾ ഇന്ന് 5 പേജ് വായിച്ചാൽ അടുത്ത ദിവസം വലിയ ബുദ്ധിമാനാകില്ല. ഇവിടെയാണ് മിക്കവരും തോറ്റുപിന്മാറുന്നത്. അവർ വിചാരിക്കും, ഞാൻ ഇത്രയും ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇത് തുടരുന്നത്? ഒരു ഐസ് കഷ്ണം ഉരുകുന്നത് സങ്കൽപ്പിക്കുക. താപനില -5 ഡിഗ്രിയിൽ നിന്ന് -4 ആകുന്നു, മാറ്റമില്ല. -3 ആകുന്നു, മാറ്റമില്ല. പക്ഷേ 0 ഡിഗ്രിയിൽ നിന്ന് 1 ഡിഗ്രിയിലേക്കെത്തുമ്പോൾ പെട്ടെന്നത് ഉരുകാൻ തുടങ്ങുന്നു. മുമ്പ് നടന്ന ആ മാറ്റങ്ങളൊന്നും വെറുതെയല്ല, അവ ആ ഉരുകലിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. നിങ്ങളുടെ ജീവിതവും അങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഉള്ളിൽ അടിഞ്ഞുകൂടുകയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് വലിയൊരു മാറ്റമായി പുറത്തുവരും. എങ്ങനെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? ഈ 1% നിയമം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത്. നിങ്ങൾ ഇന്ന് മുതൽ 1 മണിക്കൂർ ഓടണം എന്ന് ഞാൻ പറയുന്നില്ല. പകരം ഇന്ന് വെറും 5 പുഷപ്സ് എടുക്കുക. അടുത്ത ദിവസം അത് 6 ആക്കുക. അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് 1 സ്പൂൺ പഞ്ചസാര കുറയ്ക്കുക. ഇതാണ് 1% മാറ്റം. ഇത് ചെയ്യാൻ പ്രയാസമില്ലാത്തതിനാൽ നിങ്ങളുടെ മനസ്സ് ഇതിനെ എതിർക്കില്ല. അറിവ് സമ്പാദിക്കൽ, ലേണിംഗ്. ഒരു പുസ്തകം മുഴുവൻ വായിക്കാൻ നോക്കണ്ട. ദിവസവും വെറും 2 പേജ് വായിക്കുക. അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കാൻ ദിവസവും 5 മിനിറ്റ് മാത്രം മാറ്റിവെക്കുക. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് 10 പുസ്തകങ്ങളെങ്കിലും വായിച്ചു തീർത്തിട്ടുണ്ടാകും. സാമ്പത്തികം, ഫൈനാൻസ്. വലിയ തുക സമ്പാദിക്കാൻ കാത്തുനിൽക്കാതെ ദിവസവും ചെറിയൊരു തുക മാറ്റിവെക്കുക. ആ ശീലം നിങ്ങളെ വലിയൊരു സമ്പാദ്യത്തിലേക്ക് നയിക്കും. 4. സിസ്റ്റം രൂപപ്പെടുത്തുക. ഫോക്കസ് ഓൺ സിസ്റ്റംസ്, നോട്ട് ഗോൾസ്. ലക്ഷ്യങ്ങൾ ഗോൾസ് വെക്കുന്നത് നല്ലതാണ്, പക്ഷേ അവ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയേക്കാം. ലക്ഷ്യത്തേക്കാൾ ഉപരി ആ ലക്ഷ്യത്തിലെത്താനുള്ള സിസ്റ്റമാണ് പ്രധാനം. ഒരു എഴുത്തുകാരനാകുക എന്നത് ലക്ഷ്യമാണ്.
ദിവസവും 15 മിനിറ്റ് എഴുതുക എന്നത് സിസ്റ്റമാണ്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരേ ലക്ഷ്യം തന്നെയാണ് വയ്ക്കുന്നത്. പക്ഷേ വിജയിച്ചവർക്ക് ആ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ശീലങ്ങളുടെ ഒരു സിസ്റ്റമുണ്ടായിരുന്നു. 5. ഐഡന്റിറ്റി മാറ്റുക. ഷിഫ്റ്റ് യുവർ ഐഡന്റിറ്റി. ഒരു ശീലം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിനു പകരം ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് വിശ്വസിക്കുക. ഞാൻ പുകവലി നിർത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിനു പകരം ഞാൻ പുകവലിക്കാത്ത ഒരാളാണ് എന്ന് പറയുക. നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതി മാറുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ താനേ മാറും. 6. പരാജയപ്പെട്ടാൽ എന്തു ചെയ്യണം? നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ ശീലങ്ങൾ തെറ്റിച്ചേക്കാം. ഒരു ദിവസം വ്യായാമം മുടങ്ങിയേക്കാം. അവിടെയാണ് ഈ നിയമം ഓർത്തിരിക്കേണ്ടത്. ഒരിക്കലും 2 തവണ തുടർച്ചയായി തെറ്റിക്കരുത്. നെവർ മിസ് ട്വൈസ്. ഒരു ദിവസം മുടങ്ങിയാൽ അത് അബദ്ധമാണ്. എന്നാൽ 2ാമത്തെ ദിവസവും മുടങ്ങിയാൽ അത് പുതിയൊരു മോശം ശീലത്തിന്റെ തുടക്കമാണ്. നിങ്ങളോടെനിക്ക് പറയാനുള്ളത്, സുഹൃത്തേ, ജീവിതം എന്നത് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ആകത്തുകയാണ്. ലോകം നിങ്ങളെ നോക്കി പരിഹസിച്ചേക്കാം. ഇത്ര ചെറിയ കാര്യം ചെയ്തിട്ട് എന്തു കിട്ടാനാണ് എന്ന് ചോദിച്ചേക്കാം. അവരോട് മറുപടി പറയണ്ട. നിങ്ങളുടെ മാറ്റം നിശബ്ദമായിരിക്കട്ടെ. 1 വർഷം കഴിഞ്ഞ് അവർ നിങ്ങളെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാത്ത അത്ര വലിയൊരു ഉയരത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. ഓർക്കുക, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ അവസരങ്ങൾക്കായി കാത്തുനിൽക്കരുത്. സുഹൃത്തുക്കളെ, ഇത്രയും നേരം നിങ്ങൾ എനിക്കൊപ്പം ചിലവഴിച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ മാറ്റത്തിനായുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടെന്നാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് സ്വയം വിശ്വസിക്കാത്തതുകൊണ്ടാണ്. നാളെ രാവിലെ നിങ്ങൾ അലാറം അടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ തോൽപ്പിക്കേണ്ടത് ആ അലാറത്തെയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പഴയ മടിയനായ വ്യക്തിയെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച 1% നിയമം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാന്ത്രികതയായി മാറണമെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങണം. നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കരുത്. കാരണം നാളെ എന്നത് വിജയങ്ങളെ കൊല്ലുന്ന ഒരു വിഷമാണ്. നിങ്ങളോടെനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നാളെ രാവിലെ നിങ്ങളുടെ ജീവിതം മാറാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ചെറിയ കാര്യമെന്താണ്? അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും മറ്റൊരാൾക്ക് പ്രചോദനമായേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വളരാം. ഓർക്കുക, സൂര്യോദയം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ അത് ആസ്വദിക്കാനും പ്രയോജനപ്പെടുത്താനും തിരഞ്ഞെടുക്കുന്നവർ മാത്രമേ വിജയിക്കുന്നുള്ളൂ. നാളെ ആ സൂര്യോദയത്തിനൊപ്പം ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ ഉണരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായ ഒരു പ്രഭാതം നിങ്ങൾക്കേവർക്കും നേരുന്നു. സ്നേഹത്തോടെ വിട.